നമുക്കിവിടെ കാണിക്കാനുള്ളത് ജി എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഗ്രാഫും അതിൽ അറ്റ്ലീസ്റ്റ് 3 വേർട്ടീസസെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എഡ്ജുകളാണെങ്കിൽ ജി ഹാമിൽട്ടോണിയൻ ആയിരിക്കും. ഇത് നമുക്ക് തന്നിട്ടുള്ള കാര്യമാണ്. നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണെന്നറിയോ? നമ്മളെ ഗ്രാഫ് നോൺ ഹാമിൽട്ടോണിയൻ ആണെന്ന് വിചാരിക്കുക. നോൺ ഹാമിൽട്ടോണിയനാണ്, അവിടെയുള്ള വേർട്ടീസസ് വി ആണ്, അവിടെയുള്ള എഡ്ജസുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഇത്ര എണ്ണമുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ 2 കേസസേ വരുള്ളൂ. ഒന്നെങ്കിൽ C1V ആയിരിക്കും നമ്മുടെ ഗ്രാഫ്, അല്ലെങ്കിൽ C25 ആയിരിക്കും നമ്മുടെ ഗ്രാഫ്, അല്ലെങ്കിൽ അതിനോട് ഇക്വലൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിന് മുന്നേ പഠിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താ? നമ്മുടെ ഗ്രാഫ് സിമ്പിൾ ഗ്രാഫുമാണ്, വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. നമ്മുടെ ഗ്രാഫ് നോൺ ഹാമിൽട്ടോണിയനും ആണെങ്കിൽ നമ്മുടെ ഗ്രാഫിനെ ഡിഗ്രി മേജറൈസ് ചെയ്യുന്ന ഒരു CMV അവിടെ ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഗ്രാഫിലുള്ള നമ്മൾ ജി എന്ന് പറഞ്ഞ ഗ്രാഫിലുള്ള ഡിഗ്രികളെ ഒരു സീക്വൻസ് ആയിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റുമെന്ന് വിചാരിക്കാം. അതിലുള്ള ഇങ്ങനെയായിരിക്കും അതിലുള്ള സീക്വൻസുകൾ ഉണ്ടാവുക. D1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു D2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു D3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു അങ്ങനെ. അപ്പോൾ അതിനെ ഞാൻ എഴുതുമ്പോൾ D1 D2 D3 D4 ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇതിനെ ഡിഗ്രി മേജറൈസ് ചെയ്യുന്ന ഒരു ടേമുകളാണ് F1 F2 F3 എന്ന് വിചാരിക്കുക. ഇത് എവിടെയുള്ളതാണ്? ഇത് നമ്മുടെ CMVയിലുള്ള ഡിഗ്രികളാണ്. അങ്ങനെയാണെങ്കിൽ ഈച്ച് DI എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു FI ആയിരിക്കും. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ഈ DIകളെ DIകളെ മേജറൈസ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ FIകൾ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള നമ്മുടെ ഗ്രാഫിലുള്ള ഡിഗ്രീനേക്കാളും മേജറൈസ് ചെയ്ത് കിടക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഈ CMVയിലുള്ള ഡിഗ്രികളെന്ന് നമ്മൾ ഇതിനു മുന്നേ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് ഇത് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ CMVനെ നമ്മൾ ഡിഗ്രി മേജറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, CMV ആണ് നമ്മൾ ഡിഗ്രി മേജറൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിലൊരു കണ്ടീഷനും കൂടി ഉണ്ട്. അതിലുള്ള എമ്മിൻ്റെ വാല്യൂ, ഈ CMVയിലെ ഈ എം ഉണ്ടല്ലോ, ആ എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ V/2 ആയിരിക്കും. V/2 എന്ന് പറയുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വേർട്ടീസസിൻ്റെ പകുതിയേക്കാൾ ചെറുതായിരിക്കും നമ്മുടെ എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എഡ്ജസ് ഓഫ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഡ്ജസ് ഓഫ് CMV ആയിരിക്കും. നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക. അപ്പോൾ എഡ്ജസ് ഓഫ് ജി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു CMV ആയിരിക്കും. ഇനി CMVയിലുള്ള എഡ്ജസിൻ്റെ എണ്ണം എങ്ങനെ കാണാം? CMVയിലുള്ള എഡ്ജസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് അതിൽ V ടേംസുകൾ ഉണ്ടാവും അല്ലേ? അതിൽ ഡിഗ്രികൾ എങ്ങനെയാണ് കിടക്കുകയെന്നറിയോ? ഡിഗ്രികളെ കുറിച്ചായിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ CMVയിലുള്ള എലമെൻസിൻ്റെ ഡിഗ്രികളെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് M ടേംസിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് M ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് M ടേംസിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് M ആയിരിക്കും. ലാസ്റ്റ് M ടേംസിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് V-M ആയിരിക്കും. ഇനി നടുവിലുള്ള ടേംസിൻ്റെ V-1 ആയിരിക്കും, M അല്ല V-1. ഇനി നടുവിലുള്ള ടേംസിൻ്റെ ഡിഗ്രിയോ? നടുവിലുള്ള ടേംസിൻ്റെ ഡിഗ്രി എന്നാൽ V-M-1 ആയിരിക്കും. നടുവിൽ അപ്പോൾ എത്ര ടേം ഉണ്ടാവും? ഇവിടെ 2M പോയാൽ V-2M ആയിരിക്കും അല്ലേ? ഇവിടെ നടുവിൽ എത്ര ടേംസ് ഉണ്ടാവും? V-2M. ഈ V-2M ടേംസിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് V-M-1 ആണ്. അതിനെ കണ്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്? ഫസ്റ്റ് M ടേംസിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് M ആയിരിക്കും. പിന്നെയുള്ള M ടേം ഇതാണ് M², M × M. പിന്നെയുള്ള V-2M ഡിഗ്രീൻ്റെ ടേം V-2M ടേംസിൻ്റെ ഡിഗ്രി എന്നാണ് V-M-1. പിന്നെ ലാസ്റ്റുള്ള M ടേംസിൻ്റെ ഡിഗ്രി V-1. ആ ഒരു ഫോമിൽ കൊടുത്ത് കണ്ടോ? അങ്ങനെയാണ് നമ്മുടെ CMVയിലുള്ള എലമെൻസുകൾ കിടക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഡിഗ്രി യൂസ് ചെയ്തിട്ടാണ് ഇവിടെ എഡ്ജസുകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എഡ്ജസ് എന്ന് പറയുന്നത് അതിൻ്റെ പകുതി ആയിരിക്കുമല്ലേ, ഡിഗ്രീൻ്റെ പകുതി ആയിരിക്കുമല്ലേ എഡ്ജസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇവിടെ മുന്നിൽ ഹാഫ് വന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്കിതാ ഈ ഇക്വേഷനിലേക്ക് എത്തും. ഇനി ഈ ഇക്വേഷനിൽ നോക്കിയേ, ഈ ഇക്വേഷനിൽ ഈ മൊത്തം ഭാഗം എന്താ? നെഗറ്റീവാണ് അല്ലേ, മൈനസ് കൊടുത്തിട്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുറക്കുകയാണ് ഈ ടേംസിനെ. അപ്പോൾ അതിനർത്ഥം എന്താ? ഈ ടേംസ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇതായിരിക്കും അല്ലേ. ബാക്കിയുള്ള ഇതൊക്കെ നെഗറ്റീവ് അല്ലേ, ഇത്രയും ടേം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ കിട്ടി. ഇതിന് എന്താ പറയാൻ പറ്റുക? എഡ്ജസ് ഓഫ് ജി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു V-1 C2+1 എന്ന് വരും അല്ലേ. ഇനി ഇത് ഇക്വാലിറ്റി ഹോൾഡ് ചെയ്യുമെന്ന് വിചാരിക്കുക. ഇക്വാലിറ്റി ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ 2 കേസുള്ളൂ. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത് C1Vക്ക് ഇക്വലൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത് C25ന് ഇക്വലൻ്റ് ആയിരിക്കണം. അതല്ലേ നമുക്ക് കാണിക്കേണ്ടത്.